മലേഷ്യയിൽ ഗെൻഡിൻ ഹൈലാൻഡ്സ് വിസിറ്റ് ചെയ്യുന്നവർക്ക് താമസിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആണ്. നമുക്ക് ഹോട്ടൽ പോലെ തന്നെ ഡെയിലി റെൻറ്റിന് താമസിക്കാൻ പറ്റും. ശരിക്കും 1 ബെഡ്റൂമിന് പുറമേ നമുക്കിവിടെ ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു റൂമും കൂടെ ഉണ്ട്. ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. കിച്ചണുണ്ട്. കിച്ചണിലാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ്, ഓവൻ, പിന്നെ അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, കെറ്റിലുണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഡൈനിങ് സെറ്റുണ്ട്. 3 പേർക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് ശരിക്കും ഒരു 3 പേർക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ നല്ല ഒരു സോഫ ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് TV കാണാനുള്ള സൗകര്യമുണ്ട് ഇവിടെ. ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് 8ാമത്തെ ഫ്ലോറിലാണ്. ഇവിടുന്ന് നല്ല അടിപൊളി മൗണ്ടൈൻ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. മലേഷ്യയിൽ പൊതുവേ ഇപ്പം നല്ല ചൂട് സമയമാണ്. ഇത് ഫെബ്രുവരി മാസമാണ്. നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവിടെ നല്ല തണുപ്പാണ്. നമുക്ക് ചെറിയൊരു നമ്മുടെ നാട്ടിലെ ഊട്ടിയൊക്കെ വിസിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ്. നല്ല തണുത്ത ഒരു കാലാവസ്ഥയാണ്. ഇതാണ് ബാത്റൂമൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. നല്ല ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ പുറത്തായിട്ട് നമുക്കൊരു ചെറിയൊരു വാഷിംഗ് മെഷീൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്യാനുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഏകദേശം 38ഓളം ഫ്ലോർ വരുന്ന ഒരു വലിയൊരു അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ ഇത്. ഹോട്ടൽ പോലെ ഡെയിലി റെൻറ്റിന് നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ ബെഡ്റൂം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയും നമുക്ക് നല്ലൊരു വ്യൂ ഇവിടെ കിട്ടുന്നുണ്ടേ. ഇത് ബെഡ്റൂമിൽ നിന്നുള്ള വ്യൂസാണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ. ഇതിന് ഇന്ത്യൻ റുപ്പി നമുക്കൊരു 1600 രൂപയാണ് റെൻറ്റ് വരുന്നത്. പെർ ഡേ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അഗോഡയിലോ booking.com പോയിട്ട് ഈ ഒരു നെയിം അടിച്ചു കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ ലേറ്റസ്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മലേഷ്യ വരുന്നവർ ഗെൻഡിൻ ഹൈലാൻഡ് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് നിന്ന് സ്റ്റേ ചെയ്ത് നോക്കുക. നല്ലൊരു സ്പേസ് ആണ് കേട്ടോ. ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. നമുക്ക് നല്ലൊരു പൂൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിൽഡ്രൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിൽഡ്രൻസ് പ്ലേ ഏരിയയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ.